പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ അവതാരകൻ ദിവേശ്. വളരെ നന്ദി, അഭിനന്ദനങ്ങൾക്ക് നന്ദി. ഇലക്ഷൻ ജയിച്ച സന്ദർഭമാണല്ലോ. ഇനി എന്താണ് പ്ലാൻ എന്നൊരു ചോദ്യം കൂടെ അവതാരകൻ ചോദിക്കുകയാണ്. ഇല്ല, ഓരോ പാർട്ടികളും യോഗം കൂടുക, അതുപോലുള്ള പ്രൊസീജിയറൊക്കെ നടക്കുകയല്ലേ. അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഞങ്ങൾ യോഗം കൂടുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കും. അങ്ങനെയുള്ള ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞു, ആ ഇലക്ഷൻ്റെ സമയം കഴിയണത്തേന് 6-ാം തീയതി കഴിയണം. അത് കഴിയുമ്പോഴേക്കൊക്കെ ചാലു 85,327 ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടല്ല, പക്ഷേ ഭൂരിപക്ഷമാണ്, സർവകാല റെക്കോർഡാണ്. കേരളത്തിൻ്റെ റെക്കോർഡ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയാം. ഒരു പദവിയല്ല, ഇതാണ് ഏറ്റവും വലിയ സമ്മാനം. ഏത് പദവിയേക്കാൾ വലിയ സമ്മാനമാണ് ഈ ഭൂരിപക്ഷം. അത് കേരളത്തിൻ്റെ റെക്കോർഡാണല്ലോ, എന്നും രേഖപ്പെട്ട് കിടക്കും. അതിൽ വളരെ അഭിമാനമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 95%, 27-22 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള സ്ട്രൈക്കുകൾ നമ്മൾ കാണാൻ ബാക്കിയാണോ? ആദ്യം വനിതാ മന്ത്രി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ബാക്കിയുണ്ടല്ലോ. അതൊക്കെ പാർട്ടിയുടെയും പാർട്ടി പ്രസിഡൻറ്റിൻ്റെയും അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് വളരെ വലുതാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് 25 സീറ്റ് ഉണ്ട്. നേരിയ വോട്ടിനാണ് 2-3 സീറ്റ് പോയത്. അത് വലിയ ഒരു ദുഃഖമായി. നേരിയ വോട്ടിനാണ്. അഴീക്കോടും അതുപോലെ തന്നെ കുത്തുപറമ്പും ഗുരുവായൂരും പോയത് നേരിയ വോട്ടിനാണ്, വളരെ കുറഞ്ഞ വോട്ടാണ്. ഇപ്പം 27-22 എന്നൊക്കെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രകടനത്തിന് എങ്ങനെയാണ് താങ്കൾ റേറ്റ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ലീഗ് പറഞ്ഞ പോലെ തന്നെ പ്രഡിക്ഷൻ നടത്തിയ ആളാണ്. 100-ൽ 100 എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ക്ലീൻ സ്വീപ്പിൻ്റെ എണ്ണം പറഞ്ഞു. അതൊക്കെ കൃത്യമായി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓവറോൾ പ്രകടനത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം വളരെ എക്സലൻ്റ് ആയിരുന്നല്ലോ, അതിലെന്താ സംശയം. പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അദ്ദേഹം ഞങ്ങൾ വന്ന UDF ടീമിൻ്റെ പ്രകടനം നന്നായതുകൊണ്ടല്ലേ ജനങ്ങൾ ഇത്രയും വലിയ സപ്പോർട്ട് തന്നത്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഞങ്ങൾ വെച്ച മാനിഫെസ്റ്റോ, ഞങ്ങൾ നടത്തിയ നവയുഗ യാത്ര, അതുപോലെ തന്നെ മലയോര യാത്ര, ഇതൊക്കെ ഉണ്ടല്ലോ. വലിയ 5 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് തന്നെയല്ലേ ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അതിലെന്താ സംശയം? അതിലെല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്. ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ ഫിക്സ് ചെയ്തല്ലോ. അത് വലിയ സംഭവം തന്നെയാണല്ലോ. ടീം UDF ആണ്, ഒറ്റക്കെട്ടാണ്. അവിടെ ഒരു ഫേസ് ആയൊക്കെ തന്നെ വരാൻ ആ ഒരു ലീഡർഷിപ്പിൽ അദ്ദേഹം മുന്നിട്ട് തന്നെ നിന്നു അല്ലേ? അല്ല, ടീം UDF ആണ്, ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെയല്ലേ ലീഡർ, ഉപനേതാവ് എന്നുള്ള റോൾ എനിക്കുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടി ഒറ്റക്കെട്ടായിട്ട് ടീം UDF ആയി തന്നെയാണ് പോയത്. ഈ മുഖ്യമന്ത്രി ചർച്ചകൾ, ഉപമുഖ്യമന്ത്രി, അതിനൊന്നും പ്രസക്തിയല്ല, താങ്കളും പറഞ്ഞാണ്. ഇപ്പം നമ്മൾ ചോദിക്കുന്നതിൽ ഔചിത്യമില്ല എന്നറിയാം. അപ്പോൾ അതേപോലെ തന്നെ ബെന്നി ബെഹനാനും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അത്തരത്തിലുള്ള അഭിപ്രായ പഠനങ്ങളൊന്നും ഇപ്പോൾ ഔചിത്യമില്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് തീരെ ഔചിത്യമില്ല. കാരണം വെച്ചാൽ അത് ഓരോരോ പാർട്ടികൾ ആലോചിച്ച് അതിൻ്റേതായ സന്ദർഭത്തിൽ അതിൻ്റെ പ്രൊസീജിയറിൽ അതിൻ്റെ ലീഡേഴ്സൊക്കെ ഉണ്ടല്ലോ. കോൺഗ്രസിന് അതിൻ്റെ ഒബ്സർവേഴ്സ് ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അത് അതിൻ്റേതായ നിലയിൽ വരട്ടെ, അപ്പോൾ പറയാം. എന്തായാലും ലീഗിന് പ്രസക്തമായി തന്നെ അഭിപ്രായമുണ്ട്, അഭിപ്രായം പറയേണ്ടടുത്ത് പറയും അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ ഒരു ഞാനിപ്പോൾ ലീഗ് വേറെ അഭിപ്രായം പറയാനുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ കൂട്ടായി പോകുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നാണ് ഞാൻ. എന്തായാലും റെക്കോർഡ് തൂക്കി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ പറയും. അതിനെല്ലാവിധ ആശംസകളും ഇതൊക്കെ ഒന്നുകൂടെ നൽകണം. പി കെ കുഞ്ഞാലിക്കുട്ടി ഫുൾ കോൺഫിഡൻ്റ് ആണ്. അത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോടും പങ്കുവെക്കുന്നത്.